ഓരോ പ്രേക്ഷകനെയും തൊട്ടുകൊണ്ട് അവനെ സമാന്തരമായ മറ്റൊരു ലോകത്തേക്ക് ആനയിച്ച് അവനവനെ തന്നെ തിരിച്ചറിയാനുള്ള വേദിയൊരുക്കുകയാണ് വേണ്ടതെന്ന് നാട്യശാസ്ത്രത്തിലെ രസസിദ്ധാന്തം നിഷ്കർഷിക്കുന്നു. ഓരോരുത്തനായി ഓരോ ലോകം പണിയുക. മുംബൈയിലെ തിരക്കിനിടയിലും നാട്യശാസ്ത്രത്തിലെ 36 അധ്യായങ്ങളിലെ 6000 ശ്ലോകങ്ങളിലൂടെ ഒഴുകാൻ കഴിയുന്നതിന് കാരണം മറ്റൊന്നല്ല, നർത്തകിയുടെ മൗനത്തിൽ പോലും ചിലങ്കയുടെ പൊട്ടിച്ചിരിയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഗുരു ഡോക്ടർ കനക് കേരളത്തിലേക്ക് വന്നത് മോഹിനിയാട്ടത്തിൻ്റെ വേരുകൾ തേടിയാണ്. അത് കുറേ കാലം മുൻപ്. ഇന്ന് അതുപോലൊരു യാത്ര ഞാനും നടത്തുന്നു. മോഹിനിയാട്ടത്തെ കൂടുതൽ ലാസ്യവതിയാക്കാൻ ഞാനും ഒരു മടക്കയാത്ര നടത്തുകയാണ്. ഈ യാത്രയിൽ എൻ്റെ സംഭാഷണം ഇംഗ്ലീഷും ആത്മകഥങ്ങൾ മലയാളവുമാവുന്നത് യാദൃശ്ചികം. മോഹിനിയാട്ടത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച മഹാകവി വള്ളത്തോളിൻ്റെ ശവകുടീരത്തിൽ പുഷ്പാഞ്ജലി നടത്തി ഞാൻ യാത്ര തുടങ്ങുന്നു. കലാമണ്ഡലം, വള്ളത്തോളിൻ്റെയും കേരളീയ കലകളുടെയും സ്വപ്നഗേഹം. ഒരിക്കലേടത്തെ കല്യാണിയമ്മ മുതൽ എത്രയോ മോഹിനിയാട്ട കുലപതികൾ ആടി ആടി ലാസ്യവതിയാക്കിയ ആ കളരികളിലേക്കാണ് എന്നെ ഈ കുട്ടികൾ സ്വീകരിക്കുന്നത്. ഇവരുടെ ഒപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ കൗമാരകാലത്തേക്ക് ഓടിപ്പോവുക. വേദികളിൽ നിന്നും വേദികളിലേക്ക് ഓടിപ്പോയ ആ കുട്ടിക്കാലം. പൂർവസൂരികളായ എത്രയോ പ്രഗത്ഭർ ചുവടുവെച്ച കലാമണ്ഡലം ഇന്ന് മോഹിനിയാട്ടത്തിൻ്റെ വലിയൊരു കേന്ദ്രമാണ്. ഈ കൂത്തമ്പലത്തിൽ ചുവടുവെക്കാതെ പോകുവതെങ്ങനെ? എൻ്റെ ഗുരുനാഥ കനക് മുൻപിവിടെ എത്തിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരുന്ന കാലം. മഴ പറഞ്ഞു, വരൂ നടക്കാം. അങ്ങനെ ചാറ്റൽ മഴ കൊണ്ട് ഒരു സന്ധ്യയ്ക്ക് നെടുമ്പ്രയൂർ തളിക്ഷേത്രത്തിലെത്തി. ഇവിടെ വരാതിരിക്കാനാവില്ല. കാരണം ഇവിടുത്തെ വാതിൽമാടത്തിലെ 8 ശിലകളിലുള്ള വട്ടെഴുത്തിൽ നർത്തകിയെയും നട്ടുവനെയും കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഏതോ ഉളിമുന എന്നോ കോറിയിട്ടത് നൂറ്റാണ്ടുകൾക്കിപ്പുറത്ത് ഞാൻ വായിക്കാൻ ശ്രമിക്കുകയാണ്. നങ്കൈമാർ കുത്തമ മധ്യമ അധമത്തിനാൽ നിയതിപ്പടി ആനിയം കൊടുക്കും പരിചു ചത്തിരത്താൽ ഇരുനാഴിയും ഉരിയും ഇരുനാഴിയും
നാവുരിയും നട്ടുവനുക്കു ചീവി തമ്മിളൈ കൊടുക്കുനാൽ 20 കലം. ഉത്തമ, മധ്യമ, അധമ വിഭാഗത്തിൽപ്പെട്ട ദേവദാസികൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൃത്തം ചെയ്ത് കടന്നുപോയ ഈ വഴിത്താരയിലൂടെ മഴയ്ക്കൊപ്പം നടന്നു നീങ്ങുമ്പോൾ എനിക്കും തോന്നി ഞാനിപ്പോൾ 8-ാം നൂറ്റാണ്ടിലെ ഏതോ നൃത്തവേദിയിലാണെന്ന്. സംഘകാല കവിതയിലേക്ക് ചിലങ്ക കെട്ടാൻ പിന്നെ എനിക്ക് സമയം വേണ്ടി വന്നില്ല. മടപ്പീനൈ തഴൈമറുൾ കൂർந்து മാനര് മടപ്പീനൈ തഴൈമറുൾ കൂർந்து മാനര് മടപ്പീനൈ தழைமருள் கூர்ந்து காண நன்னிய பூதன் மறைந்தோடுங்கவும் ஓமானர் மடப்பீனை தழைமருள் கூர்ந்து காண நன்னிய பூதன் மறைந்தோடுங்கவும் ஓ. My ancestral home, my home where I spent a lot of my childhood and my summer vacations and all vacations back in Kerala. The place that inspired me, the place that motivated me, the place that taught me what nature is, how beautiful nature can be, how beautifully nature can motivate you and inspire you to move just like they do. The beautiful palm trees, the beautiful flowers blooming, the sound of the birds chirping, the sound of nature, everything just inspires you to move. And how does one move? Gracefully to the sound of nature. You dance, you sway with it. I think this must be one of the reasons, the love for Kerala, the love for your land, the love for everything that belongs to you. It's in you. Nothing else can change it. Everything else can be exterior, but you as a person inside will always remain. And me, born in Bombay though, still my affinity or my attraction towards Kerala can never die, not in this lifetime. And Mohiniyattam brings me closer and closer to land. When I was young, it took me to, this could have motivated me to start learning dance and slowly towards Mohiniyattam. And when Mohiniyattam came up, that's when I thought, okay, now I'll be performing Aswati Padam. സ്വാതി തിരുനാൾ ഏതൊരു നർത്തകിയുടെയും മാനസ കാമുകൻ. ആരാണ് സ്വാതി പദമാടാത്ത മോഹിനി?
ജലജ ബന്ധുഭൂമിഹ ജലധിയിൽ അണയുന്നു ജലജ ബന്ധുഭൂമിഹ ജലധിയിൽ അണയുന്നു ജലജ ബന്ധുഭൂമിഹ ജലധിയിൽ അണയുന്നു മലയമാരുതമേറ്റു മമ മനമതിതരാംബദ വിവശമായി സഖി മലയ മാരുതമേറ്റു മമ മനമതിതരാംബദ വിവശമായി സഖി അലർശര പരിതാപം ചൊൽവതിന്നളിവേണി പണിബാലേ ബാലേ. എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ. എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു പെൺകുട്ടികളെ ഡാൻസ് പഠിപ്പിക്കണം, പാട്ട് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അതുതന്നെയായിരിക്കും എൻ്റെ മോൾക്കും കിട്ടിയത്. അവൾ ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ തീർച്ചയാക്കി എനിക്ക് ഡാൻസ് പഠിപ്പിച്ചേ തീരൂ. അങ്ങനെ അവൾക്കൊരു നടക്കാൻ തുടങ്ങി, നീച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോഴേ അവളൊരു പാട്ട് കേട്ടാൽ കൈമുദ്രിക കാണിക്കാൻ തുടങ്ങും, എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ തുടങ്ങും, നിന്ന് കുടുങ്ങാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ആയിരുന്നു അവൾ അന്ന് മുതൽക്ക് തന്നെ. ഡാൻസിനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി. അതെൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഒരു 5-6 വയസ്സായപ്പോഴാണ് ഞങ്ങളിത് ഡാൻസ് പഠിപ്പിക്കാനുള്ളൊരു ആൾക്കാരെ തിരയാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് കൃഷ്ണൻകുട്ടി വാര്യർ, കലാമണ്ഡലം കൃഷ്ണൻകുട്ടി വാര്യർ, വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി അവിടുന്ന് ഒരു ഗ്രൂപ്പായി തുടങ്ങി, ഡാൻസ് ഗ്രൂപ്പായി പഠിക്കാൻ തുടങ്ങി, ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി. അവിടുന്ന് ഡാൻസ് ഒരു ഭരതനാട്യമാണ് തുടങ്ങിയത്. കാരണം അന്ന് കഥകളി പഠിക്കാനുള്ളതൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒരു 10 വയസ്സായപ്പോൾ വാര്യമാഷ് എന്നോട് പറഞ്ഞു, ഈ കുട്ടീനെ ഇനി കഥകളി പഠിപ്പിക്കണം, അവൾ കഴിവുള്ള കുട്ടിയാണ്, അവളുടെ ഡാൻസ് നിർത്തുവരുത്. അങ്ങനെ എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ കഥകളി പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ പ്രോഗ്രാംസൊക്കെ ചെറുപ്പത്തിലെ കഥകളികൾ കുറേ ചെയ്തു, കുറേ ഐറ്റംസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 10-20 വയസ്സായപ്പോഴേക്കും അവളുടെ ഗ്രാജുവേഷനും കഴിഞ്ഞു, കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, മമ്മീനെ എനിക്ക് ഡാൻസ് കോളേജിൽ പോകണം. അപ്പോൾ ഞാൻ ഗ്രാജുവേഷൻ കേട്ടെന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു അവളേനെ. അപ്പോൾ ഇനിയിപ്പോൾ ആരുടെ അടുത്ത് പറഞ്ഞയക്കണം എന്നുള്ളതായി. ഇപ്പോൾ കനകറിലെയാണെന്ന് വെച്ചെങ്കിൽ ആ കോളേജിലുള്ള കുട്ടികളെ മാത്രമേ മോഹിനിയാട്ടം പഠിപ്പിക്കുള്ളൂ, പുറമെയുള്ളവരെ പഠിപ്പിക്കില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കോളേജിൽ പോയി അവളുടെ ആഗ്രഹപ്രകാരം തന്നെ അവളെ കോളേജിൽ പറഞ്ഞയച്ചു. കൃഷ്ണൻകുട്ടി വാര്യർ മാഷ് തന്നെയാണ് കനകറിലെ അടുത്ത് അവളതിനെ പറഞ്ഞു കൊടുത്തതും അവിടെ ചേർന്നതും. നളന്തയിലേക്കുള്ള വാതിൽ എനിക്ക് ജീവിതത്തിലേക്കുള്ള വാതിൽ തന്നെയായിരുന്നു. എൻ്റെ നൃത്തയാത്രകളുടെ പാതകൾ തുടങ്ങിയത് ഇവിടെ നിന്നുമാണ്. വീണ്ടും ഇങ്ങോട്ടെത്തുമ്പോൾ ഞാൻ പഠിച്ച ക്ലാസ് മുറി, ഇവിടെ ഇപ്പോഴും എനിക്ക് അനുഭവവേദ്യമാകുന്ന ഗുരു കടാക്ഷം, തൊട്ടറിയാവുന്ന ഗുരു സാന്നിധ്യം. ചെവിയിലും മനസ്സിലും ഇപ്പോഴും തുളുമ്പാഞ്ഞാഞ്ഞു നിൽക്കുന്ന ജതികൾ, പദങ്ങൾ, ഞാനെന്ന നർത്തകി ശ്രുതി ചേർന്ന ഇടം. ഞാൻ ഓർക്കുകയാണ്, നളന്ത അവതരിപ്പിച്ച നൃത്തനാടകങ്ങളിലെല്ലാം അന്ന് നായിക ഞാനായിരുന്നു. Once Sunanda took admission in Nalanda to graduate in Mohiniyattam,
in the course that has been introduced by University of Mumbai, in which we were instrumental. I had to take care of her entire indoctrination into what is Mohiniyattam. Because you cannot learn a dance style unless psychologically you are one with its aesthetics, kinesthetics as I call them, that is the kinetics of the dance style. Kinetics means what exactly, how the body moves in the space around it, which I call kinesphere. The geometrical patterns that the body etches out into the space is very important, and it depends a lot on the ancient system of Indian philosophy, and the philosophies are very great. So that in Indian tradition you don't have moving of the arms just for the heck of it. You don't do anything on the stage of art. At art cultural level, you don't do anything just without any rhyme or reason. And that is how I started dwelling deep into what is Mohiniyattam. When I came, I was introduced to Mohiniyattam. I found it to be exquisitely lyrical. So when Sunanda came, I found her to be an excellent recipient. You see, we in our system, we call students artijanas, that is, they are beggars. So they are coming with their begging bowl to you, and it is up to you to give danam. And then in Kerala it is said, Vidya Danam Sarva Dhanat Pradadam. So I gave the danam, I had to give the danam. I found her to be an excellent recipient. I also had to nurture into the entire system of Sopana Sangeetam as evolved by late Kavalam Narayana Panikar, my dear friend and collaborator, and me. So we have used Sopana Sangeetam to interpret Mohiniyattam, which is the ideal way of interpreting Mohiniyattam. Because otherwise you take Carnatic music and Carnatic talas, and it is like attempting to fit square pegs into round holes, which just doesn't happen. And this is what Kavalam and we have done. We have taken up Sopana Sangeetam, which is indigenous to Kerala. It sort of resounds with the Kerala aesthetics, artistic aesthetics, and that is how we have cast Mohiniyattam, and we were very fortunate. Kavalam wrote his exquisite poems for me. I would select the characters which I wanted to interpret, like Kubja, for instance. So we welcome Sunanda into the Gurukula of Nalanda, and we are very happy and proud that she has progressed so well today. So Nalanda gave me all the complete backing and the support a dancer, a young student of dance would need to follow her passion, her dreams, and every step of the way they just increased your step for you, or the flight of steps just increased, and you just realized, or you didn't realize actually, that every step you were just climbing up and going, and that's the path that they lead you to. And I'm grateful to my college, Nalanda Nritya Kala Mahavidyalaya, from being a first student in masters to earn a master's degree in Mohiniyattam in the country. Then I went on to become a lecturer in the same college affiliated to the University of Mumbai, and from there the step keeps climbing. I just keep climbing, and still I'm keep climbing as following my guru's footsteps. Shri ദീപക് മജുംദാർ, Guru എന്റെ ഭരതനാട്യ ഗുരു. Charana വാര്യർ മാഷ് Sarovar കഥകളിയിലൂടെ കാലുകൾ എങ്ങനെ നിലത്തുറപ്പിക്കാമെന്ന് പഠിപ്പിച്ചപ്പോൾ ഇദ്ദേഹം നടനവേദിയുടെ ആകാശത്തെ Nija എങ്ങനെ നേർരേഖകൾ കൊണ്ട് വിഭജിക്കാമെന്നും സുമുഖയാക്കാമെന്നും പഠിപ്പിച്ചു. Mukura കടന്നുവന്ന വഴികളിലൂടെ വീണ്ടും യാത്രയാവുമ്പോൾ Sudhar മനസ്സ് വല്ലാതെ തുടിക്കുന്നു. ഒരടി പിന്നോട്ട് വെക്കുകയെന്നാൽ രണ്ടടി മുന്നോട്ട് ഉറപ്പിക്കുകയെന്നാണ് അർത്ഥമെന്ന് പണ്ടാരോ പറഞ്ഞത് എനിക്കിന്ന് നന്നായി മനസ്സിലാവുന്നു. ഇന്നലെയുടെയും ഇന്നിന്റെയും കാലിൽ ഒരേ ചിലങ്ക കെട്ടാൻ കഴിയുക എന്നത് എന്തൊരു ഭാഗ്യമാണ്. ബുദ്ധിഹീൻ തനു ജാനകി സുമിരോ
As I started teaching her simultaneously, she was doing her course at the University of Bombay, and there a yearly competition of dance used to have, and she participated. And then, ever since then, year after year, she started getting the gold medal, and she has never lost her first position in competing amongst her contemporary. She, even today, is as dedicated as what she was on the very first day. Samam cha vishamam vakram tirashchinam cha vistratam nivartitam cha valitam kunchitam chanchitam tatha suchi pashnischa pashvascha purha prishtastitatha vyatyastascha tatokshiptam padam panchadashochate. നളന്തയിലെ പഠനം കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ അധ്യാപികയായി. നളന്തയ്ക്കകത്തും പുറത്തും എനിക്ക് നിരവധി ശിഷ്യകളുണ്ടായി. എല്ലാവരും മിടുക്കികൾ. അന്നത്തെ ഒരു ക്ലാസ് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ആഹ്ലാദത്തോടെ രുചിച്ചു. ഈശ്വരൻ പൂജാമുറിയിലെ രൂപമായിരുന്നില്ല എനിക്ക്, മറിച്ച് എന്റെ കൈപിടിച്ച് നടത്തുന്ന എന്റെ ചങ്ങാതി. ഗോപികമാരോടൊപ്പം ആടിയ കൃഷ്ണൻ, നടരാജമൂർത്തിയായ പരമശിവൻ, എല്ലാവരും എന്നെ ചിലങ്കയുടെ ശബ്ദം കേൾപ്പിച്ചു. അങ്ങനെ പകലുകൾ സുധാമയമായ രാത്രികൾക്ക് വഴിമാറി. രാത്രികൾ ഭൂപാളം പോലുള്ള പുലർച്ചകൾക്കും. ഈ യാത്ര ഒരു നിയോഗമാണ്. ഒരിടത്തും അടങ്ങിയിരിക്കാത്ത കുട്ടിയെപ്പോലെ മനസ്സ് നൃത്തത്തിനായി തുടിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ യാത്രയിൽ താളചക്രവർത്തി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെ കണ്ടുമുട്ടുന്നത്. വാത്സല്യവും ഗൗരവവും സമാസമം കലർത്തി ആശാൻ എനിക്ക് കേരളീയ താളങ്ങളിലെ അപൂർവത കേൾപ്പിച്ചു. ഞാനതിൽ മോഹിനിയാട്ടം ചാലിച്ചു, ഒപ്പം മനസ്സും. നാട്ടുതാള വഴക്കത്തിന്റെ ആചാര്യകവി കാവാലം നാരായണ പണിക്കർ, മലയാണ്മയുടെ പേരറിയാ ചന്തം, ഗുരു കനകലയുടെ ചങ്ങാതി, ആ മഹാഗുരു എന്നെയും കൈപിടിച്ച് നടത്തി. I personally had interaction with Padma Bhushan Kavalam Narayana Panikkar sir when I happened to be at Trivandrum working on some new projects, and I remember one morning 6 o'clock when he banged on my door and says, don't you want a new Mukhachalam? I just jumped out of bed, not ready for this. I said, yes sir, coming. And from 6:30 till about 8 o'clock, we had the entire music of Mukhachalam ready. Mukhachalam
brought about the richness of the percussion, sound of the percussion instruments of Kerala, the intricate tala patterns of Kerala, the sopana sangeetam of Kerala, the entire concept of that Mukhachalam is so enthralling and enlivening that when you perform, you are just lost in his presentation. It's not just Mukhachalam that we're talking about, the innumerable rich repertoire of strong substance, of items of strong substance, that every item that was written by Kavalam sir, musically composed by Kavalam sir, and the genius of my guru Dr. Kanakri in its choreography, you never knew like how to balance this off, the lyrics or is it the choreography, but definitely it's the amalgamation of these two great souls that we have today, such a huge and a beautiful repertoire. And my personal favorite would be when I was waken up at 6 a.m. in the morning to work on a new Mukhachalam. Well, that's always dear to me, Mukhachalam. തൃശ്ശൂരിലേക്ക് ബസ് കയറുമ്പോൾ മനസ്സ് വല്ലാതെ വെമ്പി. അഭിനയ ചക്രവർത്തിയും പച്ചയുടെ സൗകുമാര്യതയുമായ കലാമണ്ഡലം ഗോപിയാശാന്റെ സവിധത്തിലെത്താൻ മനസ്സ് ബസ്സിനു മുൻപേ ഓടി. ദക്ഷിണ വെച്ച് നമസ്കരിച്ചപ്പോൾ ആശാൻ പറഞ്ഞു, നമുക്ക് തുടങ്ങാം. ആശാൻ വികൃതിയായ പുള്ളിമാനും ഞാൻ മാനിനെ വശീകരിക്കാനെത്തിയ നർത്തകിയും. പിന്നീട് ആ കളരി വളർന്ന തിടം വെച്ച് നവരസങ്ങളിലെത്തി. എന്റെ അകം നിറയെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന പുള്ളിമാനുകളായിരുന്നു. മോഹിനിയാട്ടത്തിലേക്ക് ആ കളരി ചിലത് കടം തന്നു. മോഹിനിയാട്ടത്തിന്റെ ഗരിമയ്ക്കും ചന്തത്തിനും അത് മാറ്റുകൂട്ടാതിരിക്കില്ല. കഥകളിക്ക് കിട്ടിയ കണ്ണും കൈയും ആശാൻ മോഹിനിയാട്ടത്തിന്റെ അലങ്കാരത്തിനായി എന്റെ ഉള്ളം കൈയിലേക്ക് വെച്ചു തന്നു. ധ്യാനനിമഗ്നയായി ഞാനത് സ്വീകരിച്ചു. അതന്നെ നീ ബീബൽസാണ്. അതന്നെ നന്നായിട്ട് നീ അത്ഭുതം നോക്കൂ.
ഉണ്ടല്ലോ, ആ ശ്വാസം എവിടെ നിന്ന്, അതായത് നമ്മളൊരു വസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കേണ്ട ആവശ്യമില്ല, ഒരു സെക്കൻഡ് നേരമൊക്കെ മതി. പക്ഷേ ആ കണ്ടു എന്നുള്ളതാണ്. ആ ഇന്നും വിളിച്ചിരിക്കാം കേട്ടോ. ആ മതി മതി മതി, അധികം വേണ്ട. മദ്ദള ചക്രവർത്തി ചെറുപ്പുളശ്ശേരി ശിവന്റെ അരികിലേക്കാണ് ഇനി യാത്ര. താളലോകത്തെ പർവ്വതം തന്നെയാണ് ആശാൻ. ആ പർവ്വതത്തെ നമസ്കരിക്കുന്നതോടുകൂടി താളസമുദ്രത്തിന്റെ കരയിലെത്താം. അവിടെ നിൽക്കുമ്പോൾ കാറ്റു പറയും, ചെവിയോർത്താൽ ശരിക്കും കേൾക്കാം കൈരളിയുടെ ഹൃദയതാളം. അപ്പോഴാണ് എനിക്ക് ആശാന്റെ മദ്ദളത്തിനൊത്ത് നൃത്തം ചെയ്യണമെന്ന് തോന്നിയത്. മദ്ദളത്തിന്റെ പഴുതുകളിലേക്ക് ഞാൻ മുദ്രകൾ നിറച്ചു. കഥകളിയുടെയും ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും വഴികളിലൂടെ യാത്ര ചെയ്തപ്പോഴും കൊതിപ്പിച്ചുകൊണ്ട് മറ്റൊന്ന് മാടി വിളിച്ചു. കലാകേരളം തപസ് ചെയ്തുണർത്തിയ കൂടിയാട്ടത്തിന്റെ കണ്ണും കടാക്ഷവും. പത്മശ്രീ ശിവൻ നമ്പൂതിരിയുടെ കാൽക്കൽ നമസ്കരിക്കുമ്പോൾ എന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മഹാഗുരുവിനരികിൽ ഒരു വിദ്യാർത്ഥിയായി ഞാനിരുന്നു. മോഹിനിയാട്ടത്തെ പുഷ്പിണിയാക്കാൻ മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് മോഹിനിയാട്ടത്തിലേക്ക് കടം കൊള്ളാൻ കേരളീയ കലാപാരമ്പര്യത്തിൽ ഇനിയുമേറെയുണ്ടെന്ന് ആശാന്റെ സാമീപ്യം നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നല്ലോണം ചിരിച്ചോള്, വിടരട്ടെ, വിടർന്ന് ചിരിക്കട്ടെ, പല്ലധികം പുറത്ത് കാണിക്കണം. ചെരിഞ്ഞു നോക്കുക, താമരപ്പൂവ് ഭംഗിയോട്. ഇനി പൂവ് പിടിക്കാം. ചോട്ടിന് കുറച്ച് കയ്യും കൂടെ ഇവിടെ വട്ടത്തിൽ പതുക്കെ ചെന്നാൽ മതി, പതുക്കെ ചെന്നാൽ മതി. ആ പൂവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലാം. കുടിക്കുക, തേൻ കുടിക്കുക. കവിള് പ്രവേശമാക്കാൻ പറ്റില്ല, പ്രവേശമല്ല, എന്താ പറ്റും. ഇറക്കി നോക്കൂ. അങ്ങനെ നല്ലോണം നല്ല കടാക്ഷമായിട്ട് കാത്തിക്കൊള്ളു. അവിടെ ആ വണ്ടപ്പേക്ക് പറന്നു പോയി. ഇനി ആ ഭാര്യ കണ്ടിട്ടുള്ള ആ ഒരു ശൃംഗാരം, അവിടുന്ന് പോകും. ആദ്യം പറഞ്ഞ പൂവിൽ തന്നെ ചെല്ലും. ഉരിയാൻ നല്ലോണം ഇറങ്ങിക്കൊട്ടെ.
രണ്ട് കൈയും വണ്ട് കൈകളാണ്. നടത്തി കഴിക്കും. അത് മുഖത്തോട് കൂടിയിട്ട് കഴിയും. സ്പാർക്ക് എന്ന് പേരിട്ട് വിളിക്കുന്ന അമേരിക്കയിലെ എൻ്റെ നൃത്തവിദ്യാലയം. എൻ്റെ ഉയിരും ഊർജവും ഞാൻ ഇവിടെയാണ് ഒരുക്കി തീർക്കുന്നത്. അമേരിക്കയിൽ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കാനാവുന്നു എന്നത് ഭാഗ്യം തന്നെ. മോഹിനിയാട്ടത്തിനു പുറമെ ഭരതനാട്യവും അഭ്യസിപ്പിക്കുന്നു. ശാസ്ത്രീയ നൃത്തവേദിയിൽ എൻ്റെ ശിഷ്യകൾ മുൻപന്തിയിൽ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പു പറയാനാവും. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇവിടെ വിദ്യാർത്ഥികളായി എത്തുന്നു. ഇവരിൽ പലരും അന്താരാഷ്ട്ര വേദികളിൽ മാറ്റുരയ്ക്കാൻ പ്രാപ്തരുമാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയിൽ ഞാൻ കേരളം പുനഃസൃഷ്ടിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രണമാമ്യഹം ശ്രീ ഗൗരീസുതം ഭണിതൽപവാസു ദേവഭക്തം സതതം പ്രണമാമ്യഹം ശ്രീ ഗൗരീസുതം ഭണിതൽപവാസു ദേവഭക്തം സതതം ഗണനാഥം അമര വൃന്ദസേവിതം മണിഹാരഭൂഷിതം മുനിജനവന്ദിതം ഗണനാഥം അമര വൃന്ദസേവിതം മണിഹാരഭൂഷിതം മുനിജനവന്ദിതം പ്രണമാമ്യഹം ശ്രീ ഗൗരീസുതം ഭണിതൽപവാസു ദേവഭക്തം സദനമോ പ്രണമാമ്യഹം ശ്രീ. അതരം മധുരം വദനം മധുരം നയനം മധുരം ഹാസിതം മധുരം ഹൃദയം മധുരം ഗമനം മധുരം മധുരാധിപതേ അഖിലം മധുരം മധുരാധിപതേ അഖിലം മധുരം ഉചിതേ വാസഗേ യാതു പ്രതിസംഭോഗ ലാലസ ഉചിതേ വാസഗേ യാതു പ്രതിസംഭോഗ ലാലസ. മോഹിനിയാട്ടം ശൃംഗാരത്തിനപ്പുറത്തേക്ക് കടക്കേണ്ടതാണെന്ന ചിന്തയുടെ പൂർത്തീകരണത്തിനായാണ് എൻ്റെ ഓരോ അരങ്ങും. ശിഷ്യകളിലൂടെ ഞാൻ കൊതിക്കുന്നതും അതുതന്നെ. ശൃംഗാരത്തിനപ്പുറത്ത് മോഹിനിയാട്ടത്തിലാടാൻ എത്രയോ വ്യവഹാര വഴികളുണ്ട് എന്നതിനാൽ അതെല്ലാം ത്യജിക്കുന്നതിൽ എന്തർത്ഥം? ശൃംഗാരത്തിനപ്പുറത്ത് സുമുഖിയാവട്ടെ ഈ കേരളീയ കല. When I see, when she talks of Venugopala, she talks of the Nanda Raja, the son of Nanda Raja, whom she offers the pranam, all the Muni offer pranam, etc. The expressions which come on her face are very sattvic. They are sattvic to the expression that when the audience watches it, the audience is uplifted. The art of Sunanda and the art of Mohiniyattam are marvelous in terms of that they lift you up to a higher level. They lift you up to a sattvic anand. It's not an ordinary, not very titillating. What people say, enchantress, etc. It is okay for Mohini, but it is not in the enchantress manner that she performs. She performs as if she wants to become one with the Lord. So the Paramatma and Jivatma, the philosophy of Indian dance, that the dancer
is the Jivatma and God is Paramatma. They want to meet one another. മോഹനാത് അതി മോഹനാത് അതി ചരണ സത്വരം മുനി ജനാർച്ചിത ചരണ സത്വരം യേഹി ബാല ഗോപാല കൃഷ്ണ ഹേ നന്ദ One of the good performance of her, Kanak Relia's work is on Shikhandi. And the way Shikhandi wants to take revenge on Bhishma, marvelously does. She does beautiful way of how Shikhandi wants to become Shikhandi in the later part, but earlier Ambika, Ambalika, etc. All these characters, one person in Natya Shastri said, Ekaharya Lasyanga. Even if you are dressed in one costume only, you can create many characters, and that she is excellent. The way she carries herself as the Bhishma, or she carries herself as Ambalika or Ambika, or then finally Shikhandi to take revenge, those expressions are marvelous. Audience, normally it is said, if the dancer creates the bhav, but it's audience which enjoys the rasa. In that, Sunanda is excellent. We talk about Mohiniyattam being a strongly Lasya oriented form. Lasya, yes, Lasya very strongly dominates the art form. But Lasya grace, isn't it prevalent in all classical Indian dance styles? Yes, we talk of a little extra measure in Mohiniyattam, that's fine. But does it have to be just only Lasya oriented and limited to being just a pretty graceful picture? Or do we want to speak something? Do we want to say something to this art form? We do want to say. After 75 years of independence, what are we talking about? We're talking about, in fact, in times today, we're talking about women expressing themselves, showing their strengths and less of their weaknesses. I think women are very strong. And they have, if you look at the mythology, the history, we have seen so many great women warriors, saints, and scholars that we need to show their strengths instead of always being secondary and saying that we are missing the Nayaka or where is the Nayaka, we cannot do without you. I think we should go on to subjects which show the strength of Indian women. Kerala women especially are, I would say, more stronger than what I've understood is the women in Kerala are very strong. They have a say in the household. They have a voice in the community. So isn't that what the art form is supposed to speak? The strength of the women here, rather than just being a Lasya-oriented form, showing only Shringara Bhava. We can show so many other emotions other than being just limited to Lasyam, is my feeling or my understanding of the art form that I've been practicing for 32 years now. എൻ്റെ മോള് ഡാൻസ് പഠിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു പാഷനായിട്ടാണ്, അല്ലാതെ പ്രൊഫഷനായിട്ടല്ല. പിന്നെ കേരള കൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളിലും പോയി ഡാൻസ് പെർഫോം ചെയ്യുന്നുണ്ട്, ആളെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇപ്പോൾ കുറച്ച് കാലമായി തുടങ്ങിയിട്ട്. എങ്കിലും ഇനിയും അവൾക്ക്
അതിൻ്റെ പാഷൻ വിട്ടുപോയിട്ടില്ല. ഷീ വാണ്ട്സ് ടു കണ്ടിന്യൂ ദ സെയിം പ്രൊഫഷൻ again and again, and we are doing the best. Actually, we are supporting her in every respect. രാത്രിയും പകലും ഈ വാതിൽപ്പടിയിൽ ഇങ്ങനെ വന്നു നിന്ന് തെരുവിലേക്ക് നോക്കുമ്പോൾ ആളുകൾ പറയുന്ന തിരക്കൊന്നുമല്ല ഞാൻ കാണുന്നത്. മറിച്ച് നടനവേദിയിൽ ചിലങ്കയണിഞ്ഞെത്തുന്ന എന്നെ തന്നെ. ഏത് തിരക്കിലും ചിലങ്കയുടെ കൊഞ്ചൽ എനിക്ക് തിരിച്ചറിയാം. അതിന് മാത്രമായിരുന്നു ഞാൻ ഇത്രയും കാലം തപസ് ചെയ്തതും.